ദൈവസ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നിച്ചൂളയായ യേശുവിൻ്റെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിൽ സ്നേഹം അനന്തമായി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യഹൃദയവും ആ തിരുഹൃദയം പോലെ സ്നേഹത്താൽ കത്തിജ്വലിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആ തിരുഹൃദയ സ്നേഹം അനന്തമാണ്. ഓരോ ദിനവും സൃഷ്ടവസ്തുക്കളുമായി സ്നേഹം പങ്കിടുവാനായുള്ള അവസരത്തിനായി ആ തിരുഹൃദയം കാത്തിരിക്കുന്നു. എപ്പോഴൊക്കെയാണോ ഒരു മനുഷ്യ ഹൃദയത്തിന് തിരുഹൃദയം പോലെ ആയിത്തീരുവാൻ സാധിക്കുന്നത്, അത് ദൈവത്തിന് പ്രീതികരമായി തീരുകയും കൃപ ധാരാളമായി ചൊരിയുന്നതിന് ഇടയാവുകയും ചെയ്യും. തിരുഹൃദയ സ്നേഹം സ്നേഹാഗ്നിയാൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ഒരിക്കലും നശിച്ചു പോകുന്നില്ല. എല്ലാത്തിലേക്കും കത്തിപ്പടരുവാൻ, എല്ലാത്തിലും എല്ലാമായി തീരുവാൻ ആ സ്നേഹം ഒരിക്കലും തന്നിൽ തന്നെ അടഞ്ഞു കിടക്കുകയില്ല. എല്ലാത്തിനെയും സ്വീകരിക്കുന്ന, എല്ലാത്തിനെയും സംശീകരിക്കുന്ന, എല്ലാത്തിലേക്കും കത്തിപ്പടരുവാൻ ആഗ്രഹിക്കുന്ന നിത്യതയാകുന്ന സ്നേഹത്തിൻ്റെ അഗ്നിയാണ് തിരുഹൃദയം. ആ സ്നേഹത്തിൻ്റെ അഗ്നി ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മാക്കളെ തന്നിലേക്ക് ആകർഷിക്കുവാനും ആ ആത്മാക്കൾ തിരികെ വരുവാനുമൊക്കെ ഇടയാകുന്നു. ആ പരിശുദ്ധ സ്നേഹത്തിൻ്റെ വിശ്വസ്തത മനസ്സിലാക്കിക്കൊണ്ട് അകന്നു പോകുന്ന ആത്മാക്കൾ പോലും പിന്നീട് ആ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരികെ ആ സ്നേഹത്തിലേക്ക് വരുന്നു. ആ തിരുഹൃദയത്തെ പോലെ സ്നേഹിക്കുവാൻ പ്രാപ്തരാകുന്നു. ആ സ്നേഹത്തിൻ്റെ വ്യാപ്തിയും സ്നേഹത്തിൻ്റെ വിലയും മനസ്സിലാക്കി എല്ലാവരിലേക്കും കത്തിപ്പടരുന്ന അഗ്നിയായി ആ സ്നേഹം പകരുന്ന ഓരോ വ്യക്തികളും ആ അഗ്നിയുടെ സാക്ഷികളായി, സ്നേഹത്തിൻ്റെ സാക്ഷികളായി മാറുന്നു. തിരികെ ലഭിക്കുമ്പോൾ മാത്രം നൽകുന്നൊരു സ്നേഹമോ ആയിട്ട് ചുരുങ്ങുന്നില്ല. നേരെ മറിച്ച് എല്ലാവർക്കും തുറന്നു നൽകുന്നു, എല്ലാവരിലേക്കും ചൊരിയുന്ന സ്നേഹമായി, അർഹതപ്പെട്ടവർക്ക് മാത്രമായി ചുരുങ്ങുന്നില്ല. ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ നോക്കാതെ, അവരുടെ അർഹത നോക്കാതെ എല്ലാവരിലേക്കും ഒരുപോലെ തൻ്റെ സ്നേഹം ആ ഹൃദയം പകർന്നു നൽകും. ഓരോ മനുഷ്യൻ്റെയും ഹൃദയം ഈ പരിശുദ്ധ ഹൃദയം പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു. പാപം മനുഷ്യാത്മാവിനെ ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയിൽ നിന്നും അകറ്റി നിർത്തുന്നു. മനുഷ്യൻ്റെ എല്ലാ അശുദ്ധിയും പാപാന്തകാരവും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തിരുഹൃദയം മനുഷ്യനെ സ്നേഹിക്കുക, തിരുഹൃദയം മനുഷ്യനെ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തൻ്റെ അനന്തമായ സ്നേഹത്തിന് എല്ലാം മനുഷ്യർക്ക് വേണ്ടി സ്വയം ത്യജിച്ചുകൊണ്ട്, എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ പരിശുദ്ധ സ്നേഹം മനുഷ്യർക്കായി നൽകപ്പെട്ടു. അർഹതപ്പെടാത്തവർക്ക് പോലും സ്നേഹം നൽകുവാൻ തിരുഹൃദയം നമ്മെയും ക്ഷണിക്കും. ഒരുപക്ഷേ പാപാന്തകാരത്തിലായിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആ സ്നേഹം ആവശ്യമാണെന്ന് തിരുഹൃദയം മനസ്സിലാക്കുന്നു. അതിനാൽ അനന്ത കരുണയും സ്നേഹവും അവരിലേക്കും ചൊരിയുന്ന സ്നേഹത്തിൻ്റെ ഉറവിടമായ തിരുഹൃദയം, ആ തിരുഹൃദയത്തിൽ വിലയം പ്രാപിച്ച് ആ പരിശുദ്ധ സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സ്നേഹാഗ്നി നമ്മിലേക്കും കത്തിപ്പടരട്ടെ. ആമേൻ.